എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമുക്ക് നോക്കാം. രാവിലെ മുതൽ ഞാൻ ആലോചിക്കായിരുന്നു എന്താണെന്ന് നോക്കേണ്ടതെന്നൊരു ടോപ്പിക്കും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഫീലിങ്സും എനർജിയൊക്കെ നമ്മളിപ്പോൾ റീസെൻ്റ്ലി നോക്കിയല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ മനസ്സിൽ മറച്ചു പിടിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവുമല്ലോ. അൺഡിസ്ക്ലോസ്ഡ് ലവ് ആയിരിക്കട്ടെ, ഈവൻ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ? അത് തുറന്നു പറയാൻ സാധിച്ചാൽ നിങ്ങളുടെ അടുത്ത് അവർ എന്തൊക്കെയായിരിക്കും പറയുണ്ടാവുക? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ച് പിടിക്കുന്ന കാര്യങ്ങൾ അവർക്ക് പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ സാധിക്കാറില്ല. പറയാൻ ആഗ്രഹിക്കുന്നു, തുറന്നു പറയാൻ സാധിക്കാത്ത, എന്നാലും തുറന്നു പറയാൻ സാധിക്കാത്ത കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ അല്ലേ? ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കിയൊക്കെ വിട്ടുകളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് തീർച്ചയായും നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോണ്ടാക്ട് ചെയ്തോളൂ, നമുക്ക് ചെയ്യാം കേട്ടോ. റീഡിങ്ങിലേക്ക് പോട്ടെ. അപ്പോൾ ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറയാൻ ആഗ്രഹമുള്ള എന്നാൽ പറയാൻ സാധിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ മനസ്സിൽ മറച്ചു പിടിക്കുകയാണ് ചില കാര്യങ്ങൾ. അതവർക്ക് എൻ്റെ വ്യൂവേഴ്സിനോട് തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പറയാൻ സാധിക്കുന്നില്ല. അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരൂ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് എൻ്റെ വ്യൂവേഴ്സിനോട് തുറന്ന് പറയാൻ ആഗ്രഹമുള്ള എന്നാൽ പറയാൻ സാധിക്കാത്ത കാര്യങ്ങൾ എന്താണെന്നൊന്ന് പറഞ്ഞു തരൂ. എടുക്കട്ടെ. ഏസ് ഓഫ് കപ്സ്, ഓ ഹെറോഫന്റ്, ഏസ് ഓഫ് പെൻഡക്കിൾസ്, ശരി, കിങ് ഓഫ് വാൻഡ്സ്, ജഡ്ജ്മെന്റ്, magician, lovers, two of pentacles, three of swords, four of wands, അത് ഓക്കെ, the wheel, three of wands, bottom of the deck വന്നിട്ട് two of cups. two of cups ഒക്കെ പറയാൻ എന്താ പ്രശ്നം? ആദ്യമായിട്ട് ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് തുറന്നു പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. നാക്കിൻ്റെ തുമ്പിൽ വരെ വരുണ്ടാവും നിങ്ങളെ കാണുമ്പോൾ, പക്ഷെ എന്തൊക്കെയോ ആലോചിച്ചിട്ട് പറയാതിരിക്കും. പേടിയായിരിക്കാം, മടിയായിരിക്കാം, ഫിയർ ഓഫ് റിജക്ഷൻ ആയിരിക്കാം. അവർക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും സ്നേഹമുണ്ട്, പക്ഷെ തുറന്ന് പറയാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ അടുത്ത്. നിങ്ങളെ കാണുമ്പോൾ അങ്ങ് ഫ്രീസായി പോകുന്നുണ്ടായിരിക്കും. കാരണങ്ങൾ പലതായിരിക്കാം. എന്ത് തന്നെ ആയാലും ആ സിറ്റുവേഷൻസിൽ പെട്ടിട്ട് അവർക്ക് അത് ഓപ്പൺ അപ്പ് ചെയ്ത് പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ വല്ലാത്തൊരു വിഷമത അനുഭവിക്കുന്നുണ്ട് കേട്ടോ. ഹെറോഫന്റ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ മാരീഡ് ആയിരിക്കാം, അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. ഓരോ കാർഡ് ഓരോരുത്തർക്കായിരിക്കും റെസനേറ്റ് ആവുണ്ടാവുക. എല്ലാ കാർഡും എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. ഏത് കാർഡ് ആർക്ക് റെസനേറ്റ് ആകുന്നോ അത് മാത്രം എടുക്കുക കേട്ടോ. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റഡ് ആണ്, എവിടെയോ ആയിരിക്കാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. കമ്മിറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവർ മാരീഡ് ആയിരിക്കാം. അത് നിങ്ങളുടെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, കമ്മിറ്റഡ് ആണ് എന്നുള്ള കാര്യം, കല്യാണം നിശ്ചയിച്ചിരിക്കാം, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, ഓൾറെഡി നിശ്ചയിച്ചിട്ടുണ്ടാവും, അത് നിങ്ങളുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല. എല്ലാവരും ഉടനെ നിങ്ങളുടെ പേഴ്സണെ സംശയിക്കരുത്. ഇത് ചിലർക്ക് മാത്രമായിരിക്കും ഇത് റെസനേറ്റ് ആവുക കേട്ടോ. കാരണം ആയിരക്കണക്കിന് ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട്. ഇതിൽ ആരുടെ എനർജിയാണ് ഇവിടെ കണക്ട് ആവുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കാസ്റ്റ്, കൾച്ചർ, റിലിജിയൻ, സോഷ്യൽ സ്റ്റാറ്റസ് അതിനെ പറ്റിയൊക്കെ വളരെ ബോധേഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റഡ് അല്ല, മാരീഡ് അല്ല എന്നിരിക്കട്ടെ, ഈ ഒരു ഫാക്ടേഴ്സ് ആയിരിക്കാം ഇവർക്ക് തടസ്സമായിട്ട് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവർ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ഇവരുടെ സോഷ്യൽ ഇമേജ് അതിനെ പറ്റിയിട്ട് ഇവർ ഭയങ്കര ബോധേഡാണ് കേട്ടോ. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കില്ലേ, നമ്മൾ അങ്ങനെ ഒരു
റിലേഷനിലാണ് എന്നറിഞ്ഞാൽ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. കാരണം സൊസൈറ്റിയെ പേടിക്കുന്ന വ്യക്തികളാണ് ഇവർ. സൊസൈറ്റിയെ പേടിച്ച ഒരു സ്നേഹം പോലും, ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പോലും അത്രയും പേടിയുള്ള, അത്ര പുറത്ത് പറയാൻ പേടിയുള്ള ഒരു വ്യക്തിയായിട്ട് അങ്ങനെ ആയിട്ടും കാണുന്നുണ്ട്. അപ്പൊ അത് പറയാൻ പേടിയായിരിക്കും നിങ്ങളുടെ അടുത്ത്. എനിക്കിതൊക്കെ ഒരു ബോധറേഷൻ ആണ്, കാസ്റ്റ് കൾച്ചർ, റിലീജിയൻ ഡിഫറൻസസ് എല്ലാം എനിക്കൊരു ബോധറേഷൻ ആണ് എന്ന് നിങ്ങളോട് തുറന്നു പറയാൻ അവർക്ക് ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ ഒരു പുതിയ ബിസിനസ്സോ എന്തെങ്കിലും ഉള്ള ജോലി വിട്ടിട്ട് ഒരു പുതിയ ബിസിനസ്സോ മറ്റോ തുടങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. ഓക്കെ, അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളത് എതിർക്കും എന്നുള്ള ഭയത്തിൽ ഇവരത് പറഞ്ഞു കാണാൻ സാധ്യതയില്ല കേട്ടോ. അങ്ങനെ ഉള്ളവരും ഉണ്ടാവും. ഒരു ചില കേസസിലാണ് കേട്ടോ. ഒരു ചില കേസസിൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് സ്വല്പം റൊമാൻറ്റിക് ആയിട്ട് പെരുമാറണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല, ചിലർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ അറിയാതിരിക്കുമല്ലോ. പേഴ്സന്റെ പെരുമാറ്റം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അത് വെച്ചിട്ട് ഇത് റെസനേറ്റ് ചെയ്തോളണം കേട്ടോ. നിങ്ങളുടെ അടുത്ത് അല്പം റൊമാൻറ്റിക് ആയിട്ട് പെരുമാറണം, നിങ്ങളെ സ്പർശിക്കണം എന്നൊക്കെ ഇവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. നിങ്ങളെ പേടിച്ച്, നിങ്ങളുടെ പ്രതികരണം പേടിച്ച് ഇവർ അത് പ്രകടിപ്പിക്കാതിരിക്കുകയായിരിക്കും കേട്ടോ. ഒന്ന് തോളിൽ കൈയിടണം, ഒന്ന് ചേർത്ത് പിടിക്കണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ ഇവർക്ക് ഭയമാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ, അതുകൊണ്ട് പറയാതിരിക്കുന്നുണ്ടാവും. ഓക്കെ, ജഡ്ജ്മെന്റ് ഒന്ന് ക്ലാരിഫൈ ആയിട്ട് കേട്ടോ. ക്ലാരിഫൈ ജഡ്ജ്മെന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ ആണോ എന്നറിയാനാണ്. ക്ലാരിഫൈ ജഡ്ജ്മെന്റ് പേജ് ഓഫ് പെന്റക്കിൾസ്. ഇവിടെ 2 സിനാറിയോ നമുക്ക് എടുക്കാം. ഒന്ന്, ഇത് നിങ്ങളുടെ സ്പൗസ് ആണ്. നിങ്ങളുടെ സ്പൗസ് കേസ് ബൈ കേസ്, വീണ്ടും ഞാൻ പറയാണ്, കേസ് ബൈ കേസ് എടുത്തോളുക. എല്ലാവർക്കും ഉള്ളതല്ല. ഒരു പക്ഷേ നിങ്ങളുടെ സ്പൗസ് നിങ്ങളിൽ നിന്നും ഒരു സെപ്പറേഷൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സ്പൗസ് ആണെങ്കിൽ കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ്, ഒരു സെപ്പറേഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സെപ്പറേഷന് ഡിലേ വരുന്നതായിട്ട്, നിങ്ങൾ വേറൊരു റിലേഷൻഷിപ്പിലാണ്, ലൈക്ക് യു ആർ ഇൻ എ റിലേഷൻഷിപ്പ് വിത്ത് എ മാരീഡ് പേഴ്സൺ. ഓക്കെ, നിങ്ങളൊരു മാരീഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിലാണ്, അവരുടെ സെപ്പറേഷൻ കേസ് നടക്കുന്നുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ആ സെപ്പറേഷന് ഡിലേ വരുന്നതായിട്ട്, വൈകുന്നതായിട്ട് ഒരു സിനാറിയോ ഉണ്ട്. അത് നിങ്ങളോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇനിയും ഡിലേ ആവും എന്ന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു മടി, അത് കാരണം പറയാതിരിക്കുന്നുണ്ടായിരിക്കും. രണ്ട് കേസ് നമ്മളിപ്പോൾ പറഞ്ഞു. ഒന്ന്, നിങ്ങളുടെ സ്പൗസ് ആയിരിക്കാം. സ്പൗസ് ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് സെപ്പറേഷൻ ആഗ്രഹിക്കുന്നുണ്ടാവും, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. സെക്കൻഡ് സിനാറിയോയിൽ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി സെപ്പറേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ അവിടെ വിധി കിട്ടാൻ വൈകുന്നു, അത് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു മടി. അതും 2 കേസായിട്ട് എടുത്തോളുക കേട്ടോ. മജീഷ്യൻ വെച്ചിട്ട് നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ അവർക്ക് നിർത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. 24 മണിക്കൂറും നിങ്ങളെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. ക്ലാരിഫൈ മജീഷ്യൻ, അത് പറയാൻ എന്താ ബുദ്ധിമുട്ട് അല്ലേ? ക്ലാരിഫൈ മജീഷ്യൻ, വൈ ദേ ഡോണ്ട് വാണ്ട് ടു സേ ഇറ്റ്. 3 ഓഫ് കപ്സ്, കാരണം നിങ്ങൾ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. ഓക്കെ, നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം നിങ്ങളെ പറ്റി തന്നെ ചിന്തിക്കുന്നു, നിങ്ങളുടെ അടുത്തൊരു ഫീലിംഗ് ഡെവലപ്പ് ആയിട്ടുണ്ട് എന്ന് തുറന്നു പറയാനുള്ള മടി, നിങ്ങളുടെ ഉള്ള ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം അവർക്ക് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അവർ മടിച്ചു നിൽക്കുന്നത്. പക്ഷെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിർത്താൻ പറ്റാത്ത അത്രയും നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവും. അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് ഡൗട്ടും ഉണ്ടായിരിക്കും. ഇവർക്ക് നിങ്ങളോടൊരു ഇഷ്ടമുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ടും ഉണ്ടായിരിക്കും കേട്ടോ. ഇങ്ങനത്തെ ഒരു കേസ് സിനാറിയോയിൽ പെട്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് റെസനേറ്റ് ആവും കേട്ടോ. ലവേഴ്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തു നിന്നും ഇൻറ്റിമസി ആഗ്രഹിക്കുന്നുണ്ട്, മനസ്സിലായല്ലോ. ഒരു ഫിസിക്കൽ റിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് തുറന്ന് പറയാനുള്ളൊരു ഭയം കാണും. തുറന്ന് ചോദിച്ചാൽ അത് ഇഷ്യൂ ആകുമോ എന്നുള്ളൊരു ഭയം നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഏസ് ഓഫ് കപ്സ് സ്നേഹം ഡിസ്ക്ലോസ് ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ ലവേഴ്സ് വെച്ചിട്ട് ഇത് ആ പിക്ചറും ബാക്കി സിനാറിയോസും വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ലൈക്ക് ലവേഴ്സ് സ്റ്റാൻഡ്സ് ഫോർ ഇൻറ്റിമസി ഓൾസോ കേട്ടോ. ഒരു ഫിസിക്കൽ റിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് അവിടെ കാണുന്നത്. ഓക്കെ, 2 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം അറിയിക്കുക. അതും കേസ് ബൈ കേസ്, ഓരോന്നും കേസ് ബൈ കേസ് എടുത്തോളാം. ഓരോ കാർഡ് ഓരോരുത്തർക്കായിട്ട് ആയിരിക്കും റെസനേറ്റ് ആവുക. ഞാൻ വീണ്ടും പറയാണ്, കൺഫ്യൂസ് ആവരുത്.
കേട്ടോ. കാരണം ഒരുപാട് പേരുടെ എനർജി അറ്റ് എ ടൈം കണക്ട് ആവുന്നതാണ് ഇവിടെ. 2 ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത്. നിങ്ങളൊരു പ്രപ്പോസൽ കൊടുത്തതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മാരേജിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കും, ഒരു കമ്മിറ്റ്മെന്റിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ പേഴ്സണ് തുറന്ന് പറയാൻ മടിയാണ്, അവരിപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത്. ജഗ്ലിങ്ങിലാണ് അവരിപ്പോഴും എന്നുള്ളത് നിങ്ങളോട് തുറന്ന് പറയാൻ അവർക്ക് ഭയമുണ്ട് കേട്ടോ. ഓഫ് കോഴ്സ് നിങ്ങൾ കുറേ കാലമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്, എന്നിട്ടും കമ്മിറ്റ്മെന്റിനെ പറ്റിയിട്ട് ഇവരൊന്നും പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറലി നിങ്ങൾക്കൊരു വിഷമം തോന്നുമല്ലോ. 3 ഓഫ് സോർട്സ് വെച്ചിട്ട് ഇവർക്ക് ഓൾറെഡി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ കൂടി ഇവർ കടന്നു പോയി കാണും കേട്ടോ. ഇതൊരു പക്ഷെ നിങ്ങളുടെ സ്പൗസ് ആയിരിക്കാനും സാധ്യതയുണ്ട്. എനിക്ക് കൂടുതലായിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾ ന്യൂലി മാരീഡ് ഒക്കെ ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ പേഴ്സണിന്റെ ലൈഫിൽ ഒരു എക്സ് ഉണ്ട്. ഓൾറെഡി ഒരു സെപ്പറേഷനിൽ കൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. അവർക്ക് ആ എക്സിനെ പറ്റിയൊക്കെ നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞാൽ പിന്നീടത്തേക്ക് അത് പ്രശ്നമാവോ എന്ന് വിചാരിച്ചിട്ട് അവർ പറയാതിരിക്കുന്നുണ്ടാവും കേട്ടോ. അവരുടെ പഴയ ലവ് സ്റ്റോറി ഒന്നും നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ഇന്നത്തെ കാലത്ത് ബ്രേക്കപ്പ് ഇല്ലാത്ത ആരാ ഉള്ളത് അല്ലേ. 4 ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു മാരേജ് പ്രപ്പോസൽ അവർക്ക് വെക്കണം എന്നുണ്ട്. നിങ്ങൾ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കാം. ഓക്കെ, ഓപ്പൺ ആയിട്ടൊന്നും ഒരു സ്നേഹബന്ധമൊന്നും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവർക്ക് നിങ്ങളെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരു പ്രപ്പോസലായിട്ട് വന്നാൽ നിങ്ങൾ എന്ത് പറയും എന്നുള്ളൊരു ഭയം. പറയണം എന്ന് ചോദിക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഒരു മടി കാരണം പിടിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സമയം വരട്ടെ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് ചിലരെ കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യില്ലേ? നിങ്ങളുടെ സർക്കിളിലുള്ള ആൾക്കാരായിരിക്കും, അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊരു പ്രപ്പോസൽ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ. ക്ലാരിഫൈ ദ വീൽ. ദ ഫൂൾ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ വളരെ റിജിഡായിട്ട് ഇങ്ങനെ എപ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് ഒന്ന് മാറി ചിന്തിച്ചുകൂടെ, കുറച്ചൊരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് കുറച്ച് ജോളി ആയിട്ട് ഇരിക്കാനൊക്കെ ശീലിക്കൂ എന്ന്. ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കില്ല, എപ്പോഴും ദേഷ്യവും ടെൻഷനും അതൊന്നും വേണ്ട. അതിനൊരു മാറ്റം, ഒരു നല്ല മാറ്റം വരട്ടെ. ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒരു ഇത്തിരി ടൈം സ്പെൻഡ് ചെയ്യൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അവർ ജെനുവിൻലി വറീഡാണ് നിങ്ങളെ പറ്റിയിട്ട്, കാരണം നിങ്ങൾ ഓവർ സ്ട്രെസ് എടുക്കുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു കടുംപിടുത്തം മാറ്റിയിട്ട് കുറച്ചൊന്ന് റിലാക്സ് ആവണം, കുറച്ച് ഹാപ്പി ആവണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, 3 ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓവർസീസ് ഒക്കെ ആയിരിക്കും. നിങ്ങളുടെ പേഴ്സൺ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആയിരിക്കാം. നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പറയാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ദേഷ്യപ്പെടുമെന്ന് വിചാരിച്ചിട്ട് പറയാൻ പേടിച്ചിട്ടിരിക്കുകയാണ്. ഓക്കെ, 2 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെ ഒന്ന് തനിച്ച് കണ്ട് സംസാരിക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, ഒരു റീയൂണിയൻ നിങ്ങൾ മാത്രമായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് സംസാരിക്കണം, അവരുടെ സ്നേഹം വെളിപ്പെടുത്തണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഒരു തടസ്സം പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു. അവർക്ക് തുറന്ന് പറയാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ അടുത്ത്. മടിയാണോ എന്താണെന്നറിയില്ല, അവർക്ക് അത് തുറന്ന് പറയാനൊരു പ്രയാസം ഉള്ളതുപോലെ. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി തരൂ. വേറെ എന്തൊക്കെയാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ പറയാൻ ആഗ്രഹിച്ചിട്ടും പറയാതിരിക്കുന്ന കാര്യങ്ങൾ? ഫൈവ് ഓഫ് പെൻഡക്കിൾസ്. നിങ്ങളുടെ പേഴ്സണൽ ചിലർ. ഓക്കെ, കാരണം ഒരുപാട് പേരുടെ എനർജീസ് അതിലുണ്ട്. അവർ ചെറിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലർക്കായിരിക്കും ഇത് റെസനേറ്റ് ആവുക കേട്ടോ. സാമ്പത്തിക ബുദ്ധിമുട്ട് അത് നിങ്ങളുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ മടിച്ചിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ പറയാതിരിക്കുകയാണ് കേട്ടോ. അത് പറഞ്ഞാൽ അത് വേറെ രീതിയിൽ എടുക്കുമോ എന്നുള്ള ഇതിൽ അവർ പറയാതിരിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് വേറെ ആരെങ്കിലും വഴി അറിഞ്ഞാൽ തീർച്ചയായും ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ ചെയ്യും, എന്നാലും ഞാൻ പറയുകയാണ്. എംപ്രസ്.
അവര് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒത്തൊരു ലൈഫ്. നിങ്ങളെന്നും അവരുടെ കൂടെ വേണം. നിങ്ങളുടെ കെയർ എല്ലാം അവര് വളരെയധികം ഇംപ്രസ്ഡ് ആണ് നിങ്ങളെ പറ്റിയിട്ട്. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു എംപ്രസ് ആണ്. എന്താ പറയാ, ഒരു മദർലി കെയർ ഒക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അവരത് എൻജോയ് ചെയ്യാറുണ്ട്. ഓക്കെ. വളരെയധികം സ്നേഹം. നിങ്ങളെ കാണാനും നല്ലൊരു വ്യക്തിയായിരിക്കണം. വളരെ സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളായിരിക്കണം. അപ്പൊ നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണം എന്ന് അവര് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അൺഡിസ്ക്ലോസ്ഡ് ലവ് ആയിട്ട് തന്നെയാണ് അതും കാണുന്നത് കേട്ടോ. അത് ആക്ച്വലി അവർ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ കുട്ടികളുടെ അച്ഛനമ്മയായിട്ട് നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ക്വീൻ ഓഫ് പെൻഡക്കിൾസ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തു നിന്നും ഒരു ഫൈനാൻഷ്യൽ ഹെൽപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഫൈനാൻഷ്യലി നിങ്ങളുടെ ഹെൽപ്പ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചോദിക്കാൻ മടിച്ചിട്ട് ഇരിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. ചിലർക്കായിരിക്കും അത്. ആർക്കാണോ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചോളുക. അങ്ങനെയും കാണുന്നുണ്ട് കേട്ടോ. 9 ഓഫ് കപ്സ് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ് എന്ന് അവർ ചിന്തിക്കാറുണ്ട്. നാക്കിന്റെ തുമ്പത്ത് വരുണ്ടാവും, പറയണ്ടാവില്ല കേട്ടോ. അതൊക്കെ പറയാൻ എന്താ അല്ലേ, ഇതിനൊക്കെ എന്നാ മടിച്ച് നിൽക്കുന്നത്. അവരുടെ ലൈഫിൽ വേറെ എല്ലാം ഉണ്ട്. പൊതുവെ അവർ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ നിങ്ങളും കൂടി വേണം എന്നുള്ളത്, നിങ്ങൾ അവരുടെ ലൈഫിൽ ഇൻക്ലൂഡഡ് ആവണം എന്നുള്ളത്, അതൊക്കെ ഒരു പ്രപ്പോസലിന്റെ ഭാഗമായി 4 ഓഫ് വാണ്ട്സിന്റെ തൊട്ട് മുകളിലായിട്ടാണ് അത് വന്നിരിക്കുന്നത്. അതൊരു പ്രപ്പോസലിന് ആഗ്രഹമുണ്ട്, തനിയെ സ്റ്റോപ്പ് ചെയ്യുന്നത് പോലെ. റിജക്ഷൻ വരുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഇവർ ഈ സ്വയം സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് തെറ്റായി ഭവിച്ചാലോ എന്നുള്ള ചിന്ത. 10 ഓഫ് പെൻഡിക്കിൾസ് വെച്ചിട്ട് അവര് പറയാൻ പേടിക്കുന്ന കാര്യം, അവർക്ക് അവരുടെ ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലിയെ സപ്പോർട്ട് ചെയ്യേണ്ടുന്നത് അവരുടെ അത്യാവശ്യമാണ് എന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ അവർ ഭയക്കുന്നത് പോലെ. ചിലർക്കെങ്കിലും ആ സിനാറിയോ ഉണ്ടായിരിക്കും. ഇവർ മാരീഡ് ആണെങ്കിൽ ഇവരുടെ സ്പൗസ്, മാരീഡ് അല്ലെങ്കിൽ ഇവരുടെ പാരൻസ്, എക്സ്റ്റെൻഡഡ് ഫാമിലി, അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ഇവർക്ക് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. നിങ്ങൾ ദേഷ്യപ്പെടുവോ, എന്നേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണോ ഫാമിലി എന്ന് നിങ്ങൾ ചോദിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം കൊണ്ട് ചിലരെങ്കിലും പറയാതിരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ. 9 ഓഫ് സോർഡ്സ് വളരെയധികം സ്ട്രെസ്സ് ഇവർ അനുഭവിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും എന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവില്ല. ആ സ്ട്രെസ് ഉണ്ടാക്കുന്ന റീസൺ എന്താണോ അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ. പറയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങളെ കൂടി വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവര് പറയാതെ ഇരിക്കുന്നതായിരിക്കും കേട്ടോ. ഒരേ ഒരു കാർഡ് കൂടി എടുത്തിട്ട് നിർത്താം. ലാസ്റ്റ് കാർഡ്, ഒരേ ഒരു കാർഡ് തരും. ദ മൂൺ വെച്ചിട്ട് നിങ്ങളെ പ്രതി അവർക്ക് ചില ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, ചില സംശയങ്ങളുണ്ട്. നിങ്ങൾ അവരെ വിട്ടു പോകുമോ, അതോ മറ്റെവിടെയെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നൊക്കെയുള്ള ഒരു സംശയം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഉണ്ടായിരിക്കാം, ചിലർക്കായിരിക്കും. ഓക്കെ. അത് നിങ്ങളുടെ അടുത്ത് തുറന്നു പറഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെടുവോ എന്നാൽ നിങ്ങളെ ഒരു വിശ്വാസം ഉണ്ട് താനും, പക്ഷെ എവിടെയോ ഒരു ഡൗട്ട് കയറിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ എവിടെയോ ഒരു എഫിനിറ്റി ഉണ്ടോ എന്നൊരു ഡൗട്ട് ഇവരുടെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ട്. ഒരു ഇൻസെക്യൂരിറ്റി, വേറെ എവിടെയോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ അവർക്കൊരു ഫീലിംഗ് വന്നിട്ടുണ്ട്. ഓക്കെ. അത് തുറന്ന് ചോദിക്കാനുള്ള ഭയം കാരണം മിണ്ടാതിരിക്കുകയാണ്. ഓക്കെ. തുറന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. ഓക്കെ. നിങ്ങൾ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചാലോ, നിങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാന്ന് അവർക്കൊരു ബോധ്യം ഉണ്ട് താനും, പക്ഷെ ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ചോദിക്കാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ അടുത്ത്. ഓക്കെ. അങ്ങനെ വിഷമം അനുഭവിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ. അപ്പൊ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിച്ചിട്ട് നിങ്ങളോട് ചോദിക്കാതിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് റെസനേറ്റ് ആയെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കൂ കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. വേറെ എന്താണ്, പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.